ग्लानिर्भवति ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയം ലോകത്തെ മുഴുവൻ കീഴടക്കി ധീരന്മാരെ പോലും ഭയപ്പെടുത്തുന്ന ഒരു സമയത്ത് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുകയാണ്, അർജുന, ഞാനീ മരണത്തിൽ കരയുകയില്ല, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ കരയില്ല. യം ഹി ന വ്യതിയന്ത്യതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സ്വ അമൃതത്വായ കൽപ്പതേ. അർജുന, ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും. ആരെയാണോ ഇതൊന്നും ചലിപ്പിക്കാത്തത്, ഏത് ശ്രേഷ്ഠ പുരുഷനെയാണോ ഇതൊന്നും ചലിപ്പിക്കാത്തത്, അവന് മാത്രമേ അമരപദത്തിന് അർഹത നേടാൻ സാധിക്കുകയുള്ളൂ. ഗീത വാചാലമായിട്ട് സംസാരിക്കുന്നൊരു വിഷയമാണ്. ഈശ്വരൻ്റെ അടുത്ത് എത്തണമെങ്കിൽ സുഖം ദുഃഖം നിന്ദ സ്തുതി മാനം അപമാനം ജയം പരാജയം ശീതം ഉഷ്ണം ഇതെല്ലാം ഒരുപോലെ കാണുന്ന ശക്തമായൊരു മനസ്സിന് മാത്രമേ ഈ പ്രപഞ്ചചക്രത്തെ ഭേദിച്ച് ആ പരമാത്മതത്വത്തിലേക്ക് അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഒളിച്ചോടുന്നവർക്കോ ഭീരുക്കൾക്കോ വയസ്സായവർക്കോ എന്ന് ചിന്തിച്ചു പോകരുത്. ജീവിതത്തിൻ്റെ പോർക്കളത്തിൽ വരുന്ന സുഖദുഃഖങ്ങളെയും നിന്ദാസ്തുതികളെയുമെല്ലാം ഒരുപോലെ കാണുന്ന ഒരു ശക്തമായ മനസ്സിന് മാത്രമേ അർജുന എൻ്റെ അടുത്തെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജ്ഞാനിയുടെ മട്ടിൽ സംസാരിച്ചുകൊണ്ട് എന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്കെല്ലാവർക്കും ഈ ആധ്യാത്മികതയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കുറേ കടന്ന് കരഞ്ഞാൽ കിട്ടുന്നൊരു സാധനമാണിത്. ഇത് ദുഃഖിതർക്ക് കിട്ടുന്നൊരു സാധനമാണ്. ഇത് എന്തോ പ്രേമനൈരാശ്യം വന്നവർക്ക് പോകാനുള്ളൊരു വഴിയാണ്. ജീവിതത്തിൽ പരാജയം വന്നവർക്കുള്ളൊരു വഴിയാണ് ആധ്യാത്മികത. ഒന്നുമല്ല. ജീവിതത്തിൽ ഇഹലോകത്തിൽ ജയിച്ചാൽ മാത്രമേ പരലോകത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിന് ശേഷം ജീവിച്ചതിന് ശേഷം മാത്രമേ, എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ദൈവം നമ്മളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്കും ഒളിച്ചോടുന്നവർക്കുമുള്ളൊരു മാർഗമാണ് ആധ്യാത്മികത എന്ന് ഗീത ഒരിക്കലും സമ്മതിക്കുന്നില്ല.